നമസ്കാരം. സെൽഫോണിക്സിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫോണ് ചാർജിങ്ങിൽ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഷോക്ക് അടിക്കുമോ എന്നുള്ളത്. നോർമൽ കണ്ടീഷനിൽ ഷോക്ക് അടിക്കില്ല, പക്ഷെ ചില റയർ കേസിൽ മൊബൈൽ ഫോണിൽ നിന്നും ചാർജിങ്ങിൽ വെക്കുമ്പോൾ ഷോക്ക് അടിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ്, എങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിനായി നമ്മളെടുത്ത് കുറച്ച് ഫോൺസ്, കുറച്ച് ചാർജേഴ്സ്, മൾട്ടിമീറ്റർ, ഒരു ടെസ്റ്ററും ഉണ്ട്. ഇത് ഐഫോണിൻ്റെ ഒരു 13 Pro ഫോണാണ്. അതുപോലെ അതിൻ്റെ ഒരു ഒറിജിനൽ ചാർജറും ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം ഇതിൻ്റെ പാനലിൽ കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളത്. ആദ്യം നമുക്ക് ഈ ടെസ്റ്റർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, കണ്ടോ? ടെസ്റ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും കത്തുന്നുണ്ട്. ഇനി മെറ്റൽ ബോഡി വരുന്ന ഒരു ഹുവായിൻ്റെ ആൻഡ്രോയിഡ് ഫോണിലും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ഒറിജിനൽ ചാർജർ അല്ല കേട്ടോ, ഇതൊരു SGM എന്ന് പറഞ്ഞ കമ്പനിയുടെ കോപ്പി ചാർജറാണ്. ലൈറ്റ് ഒന്നും ഓഫ് ചെയ്ത് കണ്ട, ഇതിൻ്റെ മുകളിലും കത്തുന്നുണ്ട്. കണ്ടോ? കിട്ടുന്നില്ലേ? ഓക്കെ, ഇതിന് സാംസങ്ങിൻ്റെ ഒരു ഒറിജിനൽ 3 pin ചാർജറാണ്. ഇതിൽ അങ്ങനെ കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ചാർജിങ് സമയത്ത് പാനലിലേക്ക് കറണ്ട് വന്നിട്ടുള്ള ചാർജറുകൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ 2 pin ആണ്. ഇപ്പോൾ 3 pin ചാർജറുകളിൽ കുറച്ചുകൂടി സേഫ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് എർത്ത് ചെയ്ത് പോകുന്നതുകൊണ്ടായിരിക്കും. സാധാരണ നമ്മളെ മൊബൈൽ ഫോണിൻ്റെ ചാർജിങ്ങിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 volt മുതൽ 12 volt വരെയൊക്കെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നുണ്ട്. അത് ഓരോ ചാർജറിനും ഓരോ കമ്പനിക്ക് അനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഈ സ്പീഡ് ചാർജിങ്ങും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. സാധാരണ ഒരു 6 volt അല്ലെങ്കിൽ 12 volt DC ടെസ്റ്റർ കത്താറില്ല. ടെസ്റ്റർ കത്തണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 80 volt എങ്കിലും DC വോൾട്ടേജ് വേണം. അപ്പോൾ അത് ടെസ്റ്റർ കത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഔട്ട്പുട്ട് വോൾട്ടേജിൽ AC കൂടി വരുന്നത് കൊണ്ടാണ്. ഒരു സാധാരണ ചാർജറിൽ AC വോൾട്ടേജിനെ DC ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു SMPS സർക്യൂട്ട് ഉണ്ടാവും. ഈ ചാർജറിലുള്ള SMPSലുള്ള ക്വാളിറ്റി കുറവ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന കപ്പാസിറ്റർ ലീക്കേജ് ഒക്കെ കാരണം കൊണ്ട് ഔട്ട്പുട്ടിൽ വരുന്ന DC പ്യുവർ ആയിരിക്കില്ല. AC മിക്സ് ചെയ്തിട്ടുള്ളൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കിട്ടുക. അതുപോലെ ചാർജറിൻ്റെ ന്യൂട്രൽ ടു ഗ്രൗണ്ട് വോൾട്ടേജ് ഡിഫറൻസ് കാരണം ഔട്ട്പുട്ടിൽ AC വോൾട്ടേജ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ചാർജറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ടെസ്റ്റർ വെച്ചാൽ കത്തുന്നുണ്ട്. ഓക്കെ, ഇനി വോൾട്ടേജ് ഔട്ട്പുട്ടിൽ എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. നമുക്കൊരു മൾട്ടിമീറ്റർ വെച്ചിട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ആദ്യം DC വോൾട്ടേജിലാണ്. ഇതൊരു ചാർജിങ് ബോർഡാണ്. ചെക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്തതാണ്. ഇതിനകത്ത് നോക്കുമ്പോൾ DC വോൾട്ടേജ് ഒരു
5 വോൾട്ട് വരുന്നുണ്ട്. 5 വോൾട്ട് ജസ്റ്റ് അബവ് 5 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് എ സിയിലൊന്ന് ചെക്ക് ചെയ്യാം. എ സിയിൽ 10ലാണ് റേഞ്ച് ഇട്ടിട്ടുള്ളത്. 10 ഇടുമ്പോൾ 10 അബവ് വോൾട്ടേജ് എ സി കാണിക്കുന്നുണ്ട്. ഒരു 12 വോൾട്ടോളം എ സി വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളെ ഒരു ചാർജറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ എ സി വോൾട്ടേജും വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു 12 വോൾട്ട് എ സിനെ കൊണ്ടൊന്നും ആർക്കും ഷോക്ക് അടിക്കൊന്നുമില്ല. നമ്മൾ ഈ ഒരു ടെസ്റ്റർ വെക്കുന്ന സമയത്ത് കത്തും, പക്ഷേ ഷോക്ക് അടിക്കാൻ മാത്രമുള്ള ഒരു വോൾട്ടേജ് ഒന്നും ഇല്ല. പക്ഷെ ചില റെയർ കേസുകളിൽ ചാർജറിന്റെ കംപ്ലൈന്റ് മൂലം ഒക്കെ ഈ പാനലിൽ നല്ല കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കറണ്ട് അടിക്കാറുണ്ട്. അപ്പം അത് ചാർജറിന്റെ കംപ്ലൈന്റ് മൂലമാണ് കൂടുതലും വരുന്നത്, അല്ലെങ്കിൽ ഈ ചാർജറിൽ കറക്റ്റായിട്ട് എർത്ത് കിട്ടാത്ത വിഷയം കൊണ്ടൊക്കെ. പിന്നെ അത് ഓരോരുത്തരുടെ ബോഡി റെസിസ്റ്റൻസും അതുപോലെ കയ്യിലുള്ള നനവ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഐഫോൺ പോലെയുള്ള മെറ്റൽ ബോഡിയുള്ള ഫോണുകളിലാണ് കൂടുതലും നമ്മളിങ്ങനെ ഈ ഒരു ചെറിയ ഷോക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പം ആരും ഇതിനെക്കുറിച്ച് വല്ലാതെ പേടിക്കേണ്ടതില്ല. പിന്നെ കഴിയുന്നതും ഒറിജിനൽ ചാർജർ യൂസ് ചെയ്യുക. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ചാർജറിലാണ് കൂടുതലായിട്ടും ഇങ്ങനെ പാനലിലേക്ക് ഷോക്ക് വരുന്ന കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത്. അപ്പം നമ്മൾ ചാർജിങ്ങിൽ വെച്ച് ഫോൺ ഉപയോഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Cellphonix Calicut, Mauro, opposite KSRTC bus stand, Kozhikode.